നമസ്കാരം. ബിഗ് ബോസ് ഇന്നലെ വളരെ മനോഹരമായ ഒരു എവിക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ നേരത്തെ ഉണ്ടാവേണ്ടായിരുന്നു. പലരും നേരത്തെ പ്രതീക്ഷിച്ച ഒരു എവിക്ഷനാണ്. പക്ഷെ വളരെ വൈകിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ പറഞ്ഞ പോലെ ആദിലയുമായിട്ടുള്ള മറ്റേ ലൈൻ കട്ട് ഇൻ്റർവ്യൂവിനകത്ത് പോലും അതിനടിയിൽ വന്നിരിക്കുന്ന കമൻസ് 17,000 കമൻസ് വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ആദിലയ്ക്കെതിരെയുള്ള കമൻസ് ആണ്. പിന്നെ ആരാണ് ഇവർക്ക് വോട്ട് ചെയ്ത് ഇത്രയും ദിവസം നിർത്തിയത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അതിനകത്ത് ആദിലെ സപ്പോർട്ട് ചെയ്ത ഒരു കമൻറ്റ് ഞാൻ വായിച്ചിത്രയും കമൻറ്റിനകത്ത് ഒരെണ്ണം പോലും എനിക്ക് അവസാന നിമിഷം ആദില തലപൊടിച്ചു എന്നൊക്കെ പറഞ്ഞ് ചിലർ എഴുതിയിട്ടുണ്ട്. അതായത് ശൈത്യ വന്നതിന് ശേഷമാണ് ആദിലേക്ക് ഇത്രയും ആൾക്കാർ ഹേറ്റേഴ്സ് ഉണ്ടായതെന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പം പക്ഷേ എനിക്ക് അതിനകത്ത് തോന്നുന്ന കാര്യം അതിൽ ഇറങ്ങിപ്പോകുമ്പോൾ നൂറയോട് പറയുന്നൊരു വാക്കുണ്ട്, ഇനിയും ഒന്നും പറയണ്ട പ്രതികരിക്കാൻ നിൽക്കരുതെന്ന്. അതായത് അവരറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം അവസാന നിമിഷമാണ് ഏറ്റവും കൂടുതൽ വോട്ടിൻ്റെ മറിച്ചിലുണ്ടാകുന്ന. നമ്മുടെ ഈ ഇലക്ഷൻ്റെ സമയത്തെ അവസാനത്തെ മണിക്കൂറാണ് വോട്ട് മറിയുന്നത്, അല്ലേ? അവസാന നിമിഷം അത്രയും നേരം ഞങ്ങൾ കയറി നിന്നാൽ പിന്നെ അവസാന നിമിഷം അവിടെ വോട്ട് പറയുന്നതൊക്കെ നമ്മൾ ഇലക്ഷൻ കഴിയുമ്പം തോറ്റുപോയവർ പറയുന്നതൊക്കെ അല്ലെങ്കിൽ ജയിച്ചവരും ഒക്കെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് സ്പ്ലിറ്റ് ചെയ്ത് പോകും, ആദിലയുടെയും നൂറയുടെയും ഫാൻസ് സ്പ്ലിറ്റ് ചെയ്ത് പോകും. അപ്പം ആദിലയുടെ ഫാൻസ് കുറച്ചുണ്ട്, അത് നൂറയെക്കാട്ടിലും കുറവാണ്. അപ്പം ആ വോട്ടുകൂടെ നൂറയ്ക്ക് വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് അവസാന നിമിഷം ഈ പറഞ്ഞ എല്ലാ തെണ്ടിത്തരവും ആദില മനഃപൂർവ്വം തന്നെ കാണിച്ചതാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു ധാരണ. സത്യം പറഞ്ഞാൽ ആദിലയും നൂറയും ആര്യനുമായിട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ഈ ക്ഷമ പറയേണ്ട കാര്യത്തിൽ നൂറ വന്നും ആര്യനോട് ക്ഷമ പറഞ്ഞേനെ. ഒരു അക്ഷരം മിണ്ടിട്ടില്ല. ഇത്രയും മോശമായിട്ടൊക്കെ പ്രചാരണം ഉണ്ടാക്കി ആര്യനെ പുറത്തു വിട്ടിട്ടും നൂറയ്ക്ക് വേണേൽ ആര്യനോട് ക്ഷമ പറയാമായിരുന്നു. പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? വീണ്ടും അവിടെ ഈ പറഞ്ഞ ആദിലെ എക്സ്പോസ് ചെയ്ത് ആദിലെ ആര്യനെ മോശക്കാരനാക്കുന്നു എന്നൊരു ഇത് വന്ന്, അതേപോലെ തന്നെ അനുമോൾക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ട്. അപ്പോൾ അനുമോളെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്ത് അനുമോളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മോശമായിട്ട് പറഞ്ഞ് പുറത്താകാൻ വേണ്ടി മാത്രം കളിച്ച കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ശൈത്യയുടെ കുറേ ഹെയ്റ്റേഴ്സ് കാണും, ആതിരയുടെ കുറേ ഹെയ്റ്റേഴ്സും കാണും, സപ്പോർട്ടേഴ്സും കാണും. ഈ നോട്ടെല്ലാം നൂറയ്ക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നൂറയ്ക്കായിട്ട് മാറുന്ന ഒരു അവസരം വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് കളി നമ്മൾ ഉദ്ദേശിക്കുന്ന കളിയൊന്നുമല്ല, വല്ലാത്ത കളിയാണ് ഇതിനകത്ത് നടന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം പക്ഷേ ആര്യനൊന്നും ഒക്കെ ഉള്ളൂ അതിനകത്തൊന്നും. ഈ പറഞ്ഞ അപ്പാനിശ്വരത്തൊക്കെ വന്ന് വെറുതെ മാമങ്കളി കളിക്കുകയാണ് അതിനകത്ത്. ഈ പറഞ്ഞ മസ്താനിയോട് പിണങ്ങിയിരിക്കുന്നു, പിന്നെ മസ്താനിയോട് പോലെ സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. എന്തൊക്കെ നാടകമാണ് അതിനകത്ത് നടക്കുന്നത്. പിന്നെ ഈ ചാരികയും സരികയും ഒന്നും പിന്നെ ഇതൊന്നും അറിയാതെ ചുമ്മാ വന്ന് രജിത്തും ഒക്കെ വെറുതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ അത് വീഴാത്തതുകൊണ്ട് നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കറിവേപ്പില പോലെ ഒരാവശ്യമില്ല നമ്മൾ അവസാനം എടുത്തു കളയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയാമോ? സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം.